നമ്മുടെ എല്ലാം ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്ക് വളരെയധികം സ്ഥാനമുണ്ട് എന്നുള്ളതാണ്. മഹത്വമുണ്ട്. സമയമാകുമ്പോഴാണ് ദൈവം നമ്മളെ അത് അറിയിക്കുന്നത്. ഇതിനൊരു ഉത്തമ ഉദാഹരണം എന്ന രീതിയിൽ ഞാൻ നിങ്ങളോട് ഒരു സ്റ്റോറി ഷെയർ ചെയ്യാണ്. എൻ്റെ ഫ്രണ്ട് ഒരു കത്തിൽ ഈ സ്റ്റോറി എഴുതിയിട്ട് എനിക്ക് പോസ്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. അത് ചാനലിൽ ഷെയർ ചെയ്യണം എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഈ സ്റ്റോറി ഞാൻ നിങ്ങളോട് പറയുന്നത്. പ്രാർത്ഥനയുടെ മഹത്വമാണ് ഈ സ്റ്റോറിയിലൂടെ നമ്മൾ കാണുന്നത്. ഒരു കർഷക കുടുംബത്തിൽ അച്ഛനും അമ്മയ്ക്കും ഒരേ ഒരു മകളാണ് ഉണ്ടായിരുന്നത്. ആ പെൺകുട്ടി നഴ്സിംഗ് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയതിന് ശേഷം മുംബൈയിൽ ഒരു ഹോസ്പിറ്റലിൽ ജോലിക്കായിട്ട് പോയി. മുംബൈയിൽ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുമ്പോൾ നിരന്തരം അവൾ അച്ഛനും അമ്മയ്ക്കും പണം അയച്ചു കൊടുക്കുമായിരുന്നു. എന്നാൽ അവിടെ നിന്ന് വളരെയധികം കഷ്ടപ്പെട്ട് അവൾ അമേരിക്കയിലേക്ക് പോയി. അമേരിക്കയിൽ ഒരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്തപ്പോൾ അവൾ പിന്നെ പണം അയക്കാതെയായി. നിരന്തരം കത്തുകൾ അയച്ചു കൊണ്ടിരുന്നു. കത്തുകളുടെ കൂടെ ഓരോ വർണ്ണക്കടലാസും അയച്ചു കൊണ്ടിരുന്നു. അച്ഛനും അമ്മയ്ക്കും വളരെയധികം ബുദ്ധിമുട്ടായി, സങ്കടമായി. പക്ഷേ വളരെയധികം അഭിമാനികളായിരുന്ന അവർ മകളോട് പണം ആവശ്യപ്പെട്ടതേയില്ല. ഈ കത്തുകളും വർണ്ണക്കടലാസുകളും ഒരു ഡയറിയിൽ സൂക്ഷിച്ചു വെച്ചുകൊണ്ടിരുന്നു. അവസാനമായി വന്ന കത്തിൽ മകൾ എഴുതിയത് ഇങ്ങനെയാണ്: നമ്മളുടെ വീടിന് ചുറ്റും മതിൽ ഇടിഞ്ഞു കിടക്കുകയാണ്. ആ മതിൽ പുതുക്കി പണിയണമെന്നും അതുപോലെ തന്നെ അവർക്ക് ഏത്തവാഴത്തോട്ടമുണ്ട്. ഏത്തവാഴത്തോട്ടത്തിൽ നല്ല വാഴക്കണ്ണുകൾ വെച്ച് പിടിപ്പിക്കണമെന്നും ഏത്തവാഴയ്ക്ക് വളം ഇടണമെന്നും അതുപോലെ തന്നെ കിണറിനെ മതിൽ കെട്ടിപ്പൊക്കണമെന്നും അത്യാവശ്യം വന്നാൽ 2 കാളക്കുട്ടികളെ കൂടി വാങ്ങണം, അവരുടെ പാടത്തെ നിലം ഉഴുതുമറിക്കാൻ. ഇതുമാണ് മകൾ ആവശ്യപ്പെട്ടത്. പക്ഷെ ആ പ്രാവശ്യവും പണം അയച്ചില്ല. അവളുടെ പിതാവ് ആ കത്തും ഡയറിയിൽ സൂക്ഷിച്ചു വെച്ചു. അങ്ങനെ ഇരിക്കെ കുറച്ച് കഴിഞ്ഞപ്പോൾ അയാളുടെ കൂട്ടുകാരൻ്റെ മകൻ അവിടെ വിരുന്നിന് വന്നു. അയാൾ ഈ കത്തെടുത്ത് വായിക്കാനിടയായി. കത്തിലുള്ള വർണ്ണക്കടലാസുകൾ കാണാനിടയായി. അയാളുടെ പിതാവിനോട് പറഞ്ഞു, ഈ വർണ്ണക്കടലാസ് ശരിക്കും അമേരിക്കയിൽ നിന്നും അയച്ചിരിക്കുന്ന ചെക്കുകളാണ്. അത് ഇന്ത്യൻ ബാങ്കിൽ ട്രാൻസ്ഫർ ചെയ്താൽ നമുക്ക് ഇന്ത്യൻ റുപ്പി കിട്ടും എന്ന് പിതാവിനോട് പറഞ്ഞു. പിതാവ് അതിശയിച്ചു പോയി. അത് വായിച്ച് മനസ്സിലാക്കാനുള്ള വിദ്യാഭ്യാസ വിവരവും ആ പിതാവിനുണ്ടായിരുന്നില്ല. അയാളൊരു സാധുവായിരുന്നു എന്നുള്ളതാണ്. സാധുവായൊരു കർഷകനായിരുന്നു. അയാൾ കുറച്ചു കഴിഞ്ഞാൽ ആ വർണ്ണക്കടലാസുകൾ എവിടെയും ഉപേക്ഷിക്കാനുള്ള തയ്യാറെടുപ്പിലുമായിരുന്നു. അതുപോലെ അഭിമാനി അയാൾ മകളോടത് തുറന്നു പറഞ്ഞുമില്ല. സമയമായപ്പോൾ ദൈവം കൂട്ടുകാരൻ്റെ മകനെ അയാളുടെ അടുത്തേക്ക് അയക്കുകയും അത് ചെക്കാണെന്ന് അയാളെ ബോധ്യപ്പെടുത്തുകയും ചെയ്തു എന്നുള്ളതാണ്. നമ്മുടെ എല്ലാം ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ്. സമയമാകുമ്പോൾ ദൈവം എല്ലാം എത്തിക്കും എന്നുള്ളതാണ്. നിങ്ങളും നല്ലവണ്ണം പ്രാർത്ഥിക്കുക. ഈശ്വരനിൽ വിശ്വാസം പൂർണ്ണമായി സമർപ്പിക്കുക. നിങ്ങളുടെ ഓരോ പ്രാർത്ഥന പോലും പാഴായി പോകില്ല എന്നുള്ളതാണ്. ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.